ബംഗളൂരു നഗരത്തിൽ പട്ടാപ്പകൽ ഒരു വൻ കൊള്ള. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ATM-ൽ പണം നിറയ്ക്കാൻ പോയ വാനിലെ പണം കൊള്ളയടിക്കുകയായിരുന്നു. നഗരത്തിലെ ജയനഗറിലാണ് ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടാകുന്നത്. KB ശ്രീധരൻ ബംഗളൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചെന്ന്. ശ്രീധരൻ, ഈ പട്ടാപ്പകൽ കൊള്ള അത് ഏത് തരത്തിലായിരുന്നു? ജയനഗറിലെ അശോക് പില്ലറിന് സമീപത്താണ് ഈ പട്ടാപ്പകൽ വലിയ കൊള്ള നടന്നിരിക്കുന്നത്. 7 കോടിയോളം രൂപയാണ് നഷ്ടപ്പെട്ടത്. HDFC ബാങ്കിലെ ATM-ൽ നിറയ്ക്കാൻ പോയ പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് ഈ സംഘം എത്തിയത്. അതായത് ATM-ൽ പണം നിറയ്ക്കാനുള്ള വാഹനം പോകുന്നു, 2 ജീവനക്കാർ അതിലുണ്ടായിരുന്നു. ഈ അശോക് പില്ലറിന് സമീപം എത്തിയപ്പോൾ ഒരു ഇന്നോവ കാറിലെത്തിയ സംഘം ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് ആ കാറിന് അല്ലെങ്കിൽ ആ വാഹനത്തിന് കുറുകെ ഇവരുടെ ഇന്നോവ കാർ നിർത്തിയിടുന്നു. തുടർന്ന് രേഖകളും മറ്റും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ജീവനക്കാരെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നു. പണവും ഈ ഇന്നോവ കാറിലേക്ക് കയറ്റുകയാണ് ചെയ്തത്. ഇവർ ID കാർഡൊക്കെ കാണിച്ചാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ ജീവനക്കാരെ ബന്ധപ്പെട്ടത്. ഏതായാലും ഇത് വിശ്വസിച്ച ജീവനക്കാർ ഈ കാറിലേക്ക് പണവും അതുപോലെ തന്നെ ഈ രേഖകളൊക്കെ നൽകുകയും ഇവരോടൊപ്പം ആ കാറിൽ കയറുകയും ചെയ്തു. ഇവരിൽ നിന്ന് പല പേപ്പറുകൾ സൈൻ ചെയ്ത് വിശ്വാസ്യതയ്ക്ക് വേണ്ടി സൈൻ ചെയ്ത് മേടിക്കുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് കുറച്ചു മാറി ഡയറി സർക്കിൾ എത്തിയപ്പോൾ ഈ ജീവനക്കാരെ ബലം പ്രയോഗിച്ച് കാറിൽ നിന്ന് പുറത്താക്കി ഇവർ ബെന്നാർഘട്ട റോഡിലൂടെ പോവുകയായിരുന്നു. ഏതായാലും ഇന്ന് ബുധനാഴ്ച ഇന്ന് രാവിലെയോടുകൂടിയാണ് 10 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. നഗരത്തിലെ CCTV ക്യാമറകളെല്ലാം പരിശോധിച്ച് ഇവർ ഏത് ഡയറക്ഷനിലേക്കാണ് പോയത് എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. വിശദമായിട്ടുള്ളൊരു അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക സംഘത്തെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. സമീപകാലത്ത് കർണാടകയിൽ ഇത്തരം സംഭവങ്ങൾ, ബാങ്ക് കവർച്ചകൾ, ATM കവർച്ചകൾ, ഇതുപോലെ ATM-ൽ പണം നിറയ്ക്കാൻ പോകുന്ന വാഹനങ്ങൾ കവർന്ന് പണം എടുത്തു കൊണ്ടുപോകൽ തുടങ്ങിയ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് വല്ലാത്ത തലവേദനയാണ്. പലപ്പോഴും നോർത്ത് ഇന്ത്യൻ സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും ചില സംഭവങ്ങളിലെങ്കിലും ഈ കൃത്യമായിട്ട് സുരക്ഷയില്ലാത്തത് ഇങ്ങനെയുള്ള കവർച്ചകൾ ആവർത്തിക്കാൻ കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ സംഘത്തെ പിടികൂടാൻ വേണ്ടിയുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ കവർച്ച നടന്നിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വലിയ ആസൂത്രണത്തോടുകൂടി ഒരു വലിയ കവർച്ച നടപ്പാക്കുന്നത് പട്ടാപ്പകലാണ്. കൊള്ള നടന്ന ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് ATM-ൽ നിറയ്ക്കാൻ പണം കൊണ്ടുപോയ വാനിലെ പണം കൊള്ളയടിച്ചത്. നഗരത്തിനുള്ളിലാണ്, ജയനഗറിലാണ് ഈ സംഭവം ഉണ്ടായത്. KB ശ്രീധരനാണ് ആ വിവരങ്ങൾ നൽകിയത്.